ഇപ്പോൾ സാറിൻ്റെ ഒക്കെ റിസർച്ചിൻ്റെ ഫലമായിട്ടൊരു കോൺസെപ്റ്റ് വരികയാണ് ഇൻ്റഗ്രേറ്റഡ് ആയുർവേദ. എല്ലാ ആളുകൾക്കും ഇപ്പോൾ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ കഴിയില്ല, ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ അതിനനുസരിച്ചിട്ട് എന്താണ് ഇത് വ്യാപിപ്പിക്കാൻ, ഈ ഒരു കോൺസെപ്റ്റ് വ്യാപിപ്പിക്കാൻ ശ്രമിക്കാത്തത് നമ്മൾ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈഗോ മാനേജ്മെന്റ് ആണ്. കാരണം നമ്മുടെ ഈ ഇന്റഗ്രേറ്റഡ് ആയുർവേദയിൽ ഒരു 7-8 എക്സ്പേർട്സ് ഉണ്ട്. എക്സ്പേർട്സ് ആയിട്ടുള്ള ആയുർവേദിക് ഡോക്ടേഴ്സ് വേണം. അവർ തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ അത് ആ തെറാപ്പി കൃത്യമായി ചെയ്യാൻ അറിയുന്ന എക്സ്പീരിയൻസ്ഡ് തെറാപ്പി മെയിൽ ആൻഡ് ഫീമെയിൽ തെറാപ്പിസ്റ്റ് വേണം. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, ന്യൂറോ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണം. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോ സ്പീച്ച് ലിംഗ്വിസ്റ്റിക് പത്തോളജിസ്റ്റ് വേണം. ഒരു ഡയറ്റീഷ്യൻ വേണം, കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഒരു യോഗ കൃത്യമായി ട്രെയിൻ ചെയ്യുന്ന ഒരാൾ വേണം. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വേണം. അപ്പോൾ ഈ പറയുന്ന പ്രൊഫഷണൽസിനെ എല്ലാം മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ അങ്ങനെ വേണം നമ്മളിത് കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ടാണ് ഇത് വളരെ ഒരു വ്യാപകമായി ഇത് മാനേജ് വേറെ കഴിവാണ് അല്ലേ? ഈ എക്സ്പേർട്സിനെ ചെയ്യാനായിട്ട് വേറെ കഴിവ്, എക്സ്ട്രാ കഴിവ് നമുക്ക് ആവശ്യം. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൂടി ഇതിൽ വരികയാണ്. തീർച്ചയായിട്ടും എക്സ്പെർട്ട് മാനേജ്മെന്റ് അല്ലേ? ഇതിനേക്കാൾ ഉപരി വരുന്ന പേഷ്യൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. അതും വലിയൊരു ഫാക്ടറാണ്. ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ വരും. ഉറപ്പായിട്ടും ആയി വരുന്നുണ്ട്. പക്ഷേ എന്താ പറയാ, നല്ല സമയം എടുക്കുമെങ്കിലും നല്ല റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.